മറ്റേ മടിയുള്ളവര് അവരെ പണിയായുധങ്ങൾ കളിയാക്കും പറഞ്ഞില്ലേ. ഭയങ്കരന്റെ പേരില് സാർ വയ്യ. ഞാനത് റിസൾട്ട് നോക്കി 99.88 ഷാരില്ല നീയോ. ജയ് ബിആർക്കാണ് ഏറ്റവും അവസാനം റിസൾട്ട് കൊണ്ടുവരുന്നത്, ബാക്കി എല്ലാത്തിനെയും വരും. കളിച്ചായിരുന്നു ഇനി ഇത്രയും വാങ്ങിയതേ. രാത്രി ഇങ്ങനെ ഹോസ്റ്റലിൽ ഇരുന്ന് ഫോൺ ഇങ്ങനെ കളിക്കാണ്, അതിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വെബിൻസാറിന്റെ റിസൾട്ട്സ് ആർ ഔട്ട്. ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. നാറ്റ ജെയും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നാറ്റ സഡൻലി ആണ് ഈ വർഷം അവരുടെ പാറ്റേൺ ഒക്കെ ഒന്ന് മാറ്റിയത്, ഡ്രോയിങ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് ആയി? ഞാൻ മെയിനായിട്ട് ജെയ് തന്നെ ഫോക്കസ് ചെയ്തത്. അപ്പം ജെയിൽ ഓൾറെഡി ഡ്രോയിങ് ഉണ്ട്. അപ്പോൾ നാറ്റയിൽ മുമ്പ് ഡ്രോയിങ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറുമാർ പറഞ്ഞിരുന്നു ചിലപ്പം നാറ്റ അത് കൊറോണ സമയം ആയതുകൊണ്ടാണ് ഒഴിവായത്, ചിലപ്പോൾ അത് സിലബസ് തിരിച്ചു വരുന്നൊക്കെ. അപ്പം അതിന് പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ വേറെയൊന്നും ആയിട്ടില്ല, കാരണം ഓൾറെഡി ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ 3D മോഡലിംഗ് ആയിരുന്നു, അത് പുതിയത് വന്നു. 3D മോഡലിംഗ് അത് ഫസ്റ്റ് കേട്ടപ്പോൾ എന്താ സംഭവം നമുക്ക് അറിയില്ല, അപ്പോൾ അവർ പേടി ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ വർക്ക്ഷോപ്സ് ഒക്കെ വരാൻ തുടങ്ങി, നമ്മൾ തന്നെ പേപ്പറിൽ ഉണ്ടാക്കി ഷേപ്സ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയി. അപ്പോൾ അതിനോട് യൂസ്ഡ് ആയി. പിന്നെ അവർ പേടില്ലായിരുന്നു. ഡ്രോയിങ് ഒക്കെ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മൾ സെറ്റാണ്. ആക്ച്വലി അത് നമുക്ക് ഫേവറാണ്, കാരണം അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ സ്കില്ലില്ലാത്തവർക്കും കയറി വരാം. പക്ഷെ ഇത് ഈക്വലി ആയതുകൊണ്ട് നമുക്ക് രണ്ടിലും കോൺസെൻട്രേറ്റ് ചെയ്താൽ മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ ഉള്ളത് ഈ 3D മോഡലിംഗ് ആയിരുന്നു. അത് പിന്നെ എല്ലാവർക്കും പുതിയതായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ അവർ കുറച്ച് ഷേപ്സ് തരും, അത് അവർ പറയുന്ന ആ ഒരു മോഡലിലേക്ക് നമ്മൾ അവരൊരു തീം തരും, നമ്മളത് കോമ്പോസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? മോക്കോ അങ്ങനെ എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പം എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട് നാറ്റയിൽ? എനിക്ക് പൊതുവെ കമ്പോസിഷനോടൊക്കെയാണ് താല്പര്യം. അപ്പോൾ എനിക്ക് ഒരു യൂസ്ഫുൾ ആയിരുന്നു, കാരണം കൂടുതൽ നോർമൽ GK ആർക്കവയർനെസ് ക്വസ്റ്റ്യൻസ് ഒഴിവായിട്ട് ഡ്രോയിങ് കടന്നു വരുമ്പോൾ നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ടൈമിന്റെ ഒരു പേരുണ്ടായിരുന്നു, കാരണം 3D കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല എത്രത്തോളം ടൈം വേണം, എങ്ങനത്തെ ഷേപ്സ് ആയിരിക്കും, എന്താ മെറ്റീരിയൽ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പേരുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ ഈ മോക്ക് ടെസ്റ്റും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസിനായപ്പോൾ കുഴപ്പമില്ല. പിന്നെ നാറ്റ് ഇതുവരെ എഴുതിയില്ലല്ലോ, പിന്നെ ആകെയുള്ള ഹോപ്പ് എന്ന് പറഞ്ഞാൽ 3 നാറ്റ് ഉണ്ട്. സോ കുഴപ്പമില്ല, നമ്മൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് അടുത്തിലൊന്നുകൂടി ബെറ്റർ ആക്കുക, ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നാറ്റ നമ്മൾ ചെയ്തപ്പോൾ മനസ്സിലായി ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, അത്രയ്ക്ക് വലിയ ടാസ്ക് ഒന്നുമല്ല. ആക്കാനസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ചിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ കൂട്ടി, അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഇപ്പം ജെഇ നിങ്ങൾ എക്സാം എഴുതി, അപ്പം ആ ലാസ്റ്റ് മന്ത്, ഇപ്പം എക്സാമിന് മുന്നേ നിങ്ങൾ കുറച്ച് ടഫായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ആ ലാസ്റ്റ് ഒരു 1 മന്ത് അല്ലെങ്കിൽ അതിന് മുന്നേ കുറച്ച് ആ നാളുകൾ, എക്സാമിന് മുന്നേ ഉള്ള നാളുകൾ എങ്ങനെയായിരുന്നു നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരുന്നത്? നല്ല ഫിയർ ആയിരുന്നു. 2 സെഷൻ ഉണ്ട്. അപ്പം പിന്നെ ഫസ്റ്റ് സെഷൻ ആകുമ്പോൾ അത്ര ഒരു പേടി ഉണ്ടാവില്ല, എന്നാലും ഒരു പൊതുവെ ഫസ്റ്റ് സെഷനിലാണ് ഈസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു 1 മന്ത് നല്ലോണം പ്രാക്ടീസ് ചെയ്തു. പിന്നെ ആർക്കവയർനെസ് ഡ്രോയിങ് നല്ലോണം ചെയ്തു. പിന്നെ മാത്സിന് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിലും അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഇപ്പം +1 +2 കൂട്ടിയിട്ട് 23 സംതിങ് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ ഒരു 6 എണ്ണം നല്ലോണം പഠിച്ചു പോയാൽ തന്നെ മാത്സ് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഡ്രോയിങ് തന്നെയാണ്. ഡ്രോയിങ്ങും ആർക്കവയർനെസ്സും നോൺ വെർബലൊക്കെ നല്ലോണം സ്കോർ ചെയ്താൽ തന്നെ ജയിക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മാത്സ് അത്ര ഒരു ഇതില്ലായിരുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു? ടച്ച്ഡ് ആയിരുന്നു. ഓഫ് കോഴ്സ് ജനുവരിയിലാണ് നമ്മൾ ഈ ഒരു ചൂട് വരുന്നത്, ഡിസംബറിലും അത്രയ്ക്ക് ഇല്ലായിരുന്നു. ആക്ച്വലി വിന്റർ സീസൺ ജനുവരി ലൈക്ക് ഈ മാസമാണല്ലോ എക്സാം എന്നുള്ള ഒരു മെന്റാലിറ്റി വന്നപ്പോൾ പിന്നെ ലൈക്ക് നമ്മൾ നോക്കുമ്പോൾ ആക്വയർനെസ് ഒരു ടോപ്പിക് പഠിക്കാതിരിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ടോപ്പിക്സ് ആയിക്കാരും, അപ്പൊ പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി വരില്ല. പക്ഷെ അപ്പോൾ എന്നാലും നമ്മൾ പിന്നെ റിവൈസ് ചെയ്ത് പിന്നെ മെയിൻലി ഞാൻ നോക്കിയത് മാത്സ് ആയിരുന്നു. മാത്സ് കുറെ ചാപ്റ്റേഴ്സ് ഞാൻ സ്കിപ്ഡ് ആയിരുന്നു, അപ്പൊ ബാക്കി ചാപ്റ്റേഴ്സ് എനിക്ക് ഓക്കെ ആക്കണം. സോ അപ്പോൾ PYQ തിങ്ക് ചെയ്യുന്ന മെറ്റീരിയൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. ഓൾറെഡി ഏകദേശം ഞാൻ കവർ ചെയ്യാൻ ചൂസ് ചെയ്ത ചാപ്റ്റേഴ്സിന്റെ PYQ ഒക്കെ ഏകദേശം തീർത്ത്. പിന്നെ ആർക്കവയർനെസ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഏകദേശം ഓക്കെ ആണ്. പിന്നെ ഡ്രോയിങ് നമ്മൾ ഈ ഒരു 1 ഇയർ വന്ന ഒരു ജേർണിയിൽ ഏകദേശം സെറ്റ് ആയിട്ട്, അപ്പോൾ ആ ഒരു നോക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. എന്നാലും പേടിണ്ടായിരുന്നു. പഠിച്ചിരുന്നു, ഹോസ്റ്റലിൽ ഇരുന്ന് തന്നെയായിരുന്നു. വീട്ടിലേക്ക് പോക്ക് കുറച്ച് കുറയും. നമ്മൾ വീക്കെൻഡിൽ പോകുന്ന പതിവ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ഇപ്പം ഒരുപാട് സ്റ്റുഡൻസിന് പേടിയാണ് ഡ്രോയിങ്, പിന്നെയും അവർക്ക് ഡെവലപ്പ് ചെയ്യാം. മാത്സ് വരുമ്പോൾ എല്ലാവരും ഒന്ന് പതറും. അപ്പം നിങ്ങൾ അതെങ്ങനെയാണ് കൗണ്ടർ ചെയ്തിരുന്നത്?
നെക്സ്റ്റ് മൈൻഡ് ഇതുപോലെ തന്നെ മൊത്തം ചാപ്റ്റേഴ്സ്, അതായത് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കും, നോക്കും, അന്നേരം പഠിച്ചു പോകും. പിന്നെ ഈ ലാസ്റ്റ് 1 മന്തിൽ നല്ലോണം പ്രിപ്പയർ ചെയ്തത് ഒരു 7 ചാപ്റ്റേഴ്സ്, ആ 7 ചാപ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നല്ലോണം പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ പുറത്തേക്ക് പോകാതെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അങ്ങനെ നോക്കൂല, ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം നോക്കിയിട്ട് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യും. എങ്ങനെയായിരുന്നു പ്രിപ്പയർ? സോ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസിൽ കുറച്ച് ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത്. ഇപ്പോൾ കാൽക്കുലസ് ഒന്നും എനിക്ക് വയ്ക്കില്ല, ഉറപ്പാണ്. +2 ഞാൻ സ്കിപ്ഡ് ആയിരുന്നു. അപ്പോൾ കാൽക്കുലസ് ഞാൻ ഇവിടെയും വല്ലാണ്ട് മൈൻഡ് ആയില്ല. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു. ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതിലെ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് ആ ചാപ്റ്റേഴ്സിൻ്റെ അതിൻ്റെ യൂട്യൂബ് ക്ലാസ്സസും പിന്നെ തിങ്കിൻ്റെ ക്ലാസ്സസും ഒക്കെ കേട്ട് അതിൽ മാക്സിമം പക്കാക്കാനായിരുന്നു. കാരണം കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് വരിക, പക്ഷെ ഞാനത് സ്കിപ്പ് ആക്കിയെങ്കിൽ ബാക്കി എനിക്ക് മാർക്ക് വാങ്ങണം. ആ ഒരു ഇത് വേണം, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കാൽക്കുലസ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. സോ അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പ്രീവിയസ് ചെയ്യുക, അതിൽ തന്നെ ഫോക്കസ്ഡ് ആയിരുന്നു ഞാൻ മാത്സിൽ. മാത്സ് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസേ തൊടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് പോകുന്ന ഉറപ്പാണ്. സോ മാർക്ക് ടൈം ബാക്കി ക്വസ്റ്റ്യൻസിന് ആ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ 2 സെഷനും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ജെയിയുടെ ഫസ്റ്റ് സെഷനും ജനുവരി സെഷനും ഏപ്രിൽ സെഷനും എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ കമ്പയർ ചെയ്യുമ്പം വിച്ച് ഈസ് ദ ടഫ് വൺ? ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഈ സെക്കൻഡ് സെഷൻ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമാണ്. അപ്പം ആ ഒരു പിന്നെ അതിനോട് അടുത്തുള്ള 1 വീക്കിലൊക്കെ പിന്നെ ചില ഈ ആർക്കവനസ് ചില വാസ്റ്റ് ടോപ്പിക്സ് ആണല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് എത്തിപ്പെട്ടെങ്കിൽ ഇത് അടുത്തേന്ന് നോക്കാന്നുള്ളൊരു മെന്റാലിറ്റി. അപ്പം ഫസ്റ്റ് പോകുമ്പോൾ ഞാനൊരു ടഫായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. അപ്പം എക്സാം കുഴപ്പമില്ല, ഡ്രോയിങ് നല്ല ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ രണ്ടാമത്തെ സെഷൻ ഡ്രോയിങ് ഒരു ലോഗോ അതിൻ്റെ കളറൊക്കെ ആകെ മാറിപ്പോയി, ഞാൻ വിചാരിച്ച പോലെ ആയില്ല. അപ്പോൾ അത് ഡ്രോയിങ്ങിൽ മാർക്ക് കുറേ നല്ല ഉറപ്പായിരുന്നു. അപ്പം പിന്നെ കുഴപ്പമില്ല, ഫസ്റ്റ് സെഷനിൽ തന്നെ ആവശ്യമുള്ള പെർസെൻറ്റേജ് വാങ്ങിയല്ലേ. ഓക്കെ, എങ്ങനെയായിരുന്നു? എനിക്ക് പിന്നെ ഫസ്റ്റ് സെഷൻ കിട്ടണം എന്നുള്ള ഒരു ഇത് വേണം. അപ്പോൾ ഫസ്റ്റ് സെഷൻ ഞാൻ അത്യാവശ്യം പേടിച്ചിട്ട് തന്നെ എഴുതി. ഫസ്റ്റ് സെഷനിൽ കമ്പാരിറ്റീവ്ലി ആർക്ക് അവയർനെസ് ഭയങ്കര ടഫായിരുന്നു. സെക്കൻഡ് സെഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സെഷൻ ഭയങ്കര ടഫായിരുന്നു ആർക്ക് അവയർനെസ്. മാത്സ് സെക്കൻഡ് സെഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാത്സും അത്യാവശ്യം ടഫായിരുന്നു, പക്ഷെ ഓക്കെ ആണ്. ബാക്കി ഇയറിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആണ്, പക്ഷെ ആർക്ക് അവയർനെസ് ഭയങ്കര ടഫായിരുന്നു. ഡ്രോയിങ് കുഴപ്പമില്ല, ഈസി ആയിരുന്നു. ആ ആർക്ക് അവയർനെസ് ടഫായതാണ് ഒന്നുകൂടെ പെർസെൻറ്റേജിൽ കൂടെ ഫേവർ ആയത്. കാരണം എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല, കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിച്ചവർക്ക് സ്കോർ കൂടുതൽ കിട്ടുള്ളൂ. പിന്നെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞതിന് ശേഷം കുറേ മാർച്ചിലൊക്കെയാണ് റിസൾട്ട് വരുന്നത്. സെക്കൻഡ് സെഷൻ ഏപ്രിലാണല്ലോ, അപ്പോൾ അത് റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ വേണ്ടല്ലോ. അപ്പോൾ സെക്കൻഡ് സെഷൻ ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള എഴുതിയ, ജസ്റ്റ് അപ്ലൈ ചെയ്തല്ലോ എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ പോയി എഴുതിയിട്ടുള്ളൂ. സെക്കൻഡ് സെഷൻ വല്ലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഏതാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കിട്ടിയത്? ഫസ്റ്റ് സെഷൻ. സെക്കൻഡ് സെഷൻ ചുമ്മാ പീരീഡ് അത്രയും എല്ലാവരും എഴുതുന്നതുകൊണ്ട് ഞാനും പോയി എഴുതി, അപ്ലൈ ചെയ്ത് പോയല്ലോ, അതുകൊണ്ട് എഴുതി, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ജെയിയിൽ ഇപ്പം ഫസ്റ്റ് സെഷനിൽ തന്നെ നല്ലൊരു സ്കോർ ചെയ്ത്, ഇപ്പം നീ തന്നെ പറഞ്ഞായിരുന്നു എനിക്ക് ഫസ്റ്റ് സെഷനിൽ തന്നെ നല്ലൊരു പെർസെൻറ്റേജ് എടുത്ത് സെക്കൻഡ് സെഷനിൽ ടൈമിൽ ബ്രേക്ക് എടുക്കണമെന്ന്. അപ്പം അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാണോ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്? അത്രയ്ക്ക് ഫോക്കസ് ചെയ്തായിരുന്നോ പഠിച്ചിരുന്നത്? അല്ല, ക്ലാസ്സിൽ അത്രക്ക് പടു ടൈപ്പ് അല്ല, അങ്ങനെ ആയിരുന്നില്ല ഒരിക്കലും. നമ്മള് ഫണ്ണായിട്ട്, നമ്മൾ ഹോസ്റ്റലിലത്തെ ഒരു ടീം തന്നെയാണല്ലോ, ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു ക്ലാസ്സിലും. സോ ക്ലാസ്സൊക്കെ മൊത്തം എൻജോയ് ചെയ്തിട്ട് ക്ലാസ്സിൽ കൗണ്ടർ അടിച്ചു എൻജോയ് ചെയ്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യമേ NIT എന്നുള്ള ലക്ഷ്യത്തിലാണ് വന്നത്. അപ്പോൾ ഞാൻ JEE മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നാറ്റയും ജെയും കൂടിയാണ് പിന്നെ ഇത് കൊണ്ടുവന്നത്. അപ്പം ഈ ലാംഗ്വേജ് എന്നുള്ളത് ജെയ്ക്കില്ല. അപ്പം എനിക്ക് ഒരു നാറ്റേനോട് ഞാൻ JEE ഫോക്കസ് ചെയ്തതുകൊണ്ട് വലിയ താല്പര്യമില്ല എനിക്ക് നാറ്റായിട്ട്. അപ്പം നാറ്റൊക്കെ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അപ്പം അതൊരു വലിയൊരു ഭാരമായിട്ട് വന്നിട്ടില്ല. ഇപ്പം അക്കാഡമിക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റി കുറേ ഗൈഡൻസ് തന്നിട്ടുണ്ടാവും, ഓരോ എക്സാംസ് എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ അതിൻ്റെ ടൈം എങ്ങനെ നിങ്ങൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഓരോ സബ്ജക്ട്സിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീക്ക്നെസ് എടുത്ത് പറഞ്ഞ് അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെ ഒരുപാട് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ ഫാക്കൽറ്റി ആയിട്ടുള്ള? ഒരുപാട് ഫാക്കൽറ്റീസ്, ഇപ്പോൾ ഫെബിൻ സാർ തന്നെയാണെങ്കിൽ ഒരുപാട്, ഇപ്പം ഏതൊരു ഫീൽഡിലും സാറ് മെയിനായിട്ട് എടുക്കുന്നത് ആർക്ക് അവയർനെസ്, ഡ്രോയിങ് ഒക്കെയാണ്, നോൺ വെർബൽ. എങ്കിലും സാറ് മാത്സിൽ ഇങ്ങനെ ശ്രദ്ധിക്കണം. സാറൊരു NIT അലുമിനിയാണ്, അപ്പം സാറ് മാത്സിൽ ഇങ്ങനെ ശ്രദ്ധിക്കണം, പിന്നെ ഡ്രോയിങ് ഇങ്ങനെ ശ്രദ്ധിക്കണം, സാർ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അതുപോലെ മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ വർക്ക് തന്നാൽ തന്നെ നമ്മളിപ്പം മടി പിടിച്ച് ചിലപ്പം ചെയ്യാതിരുന്നാൽ തന്നെ അവർ അടുത്ത ദിവസം നമ്മളെ വേഗത്തിൽ തന്നെ നടന്നത് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ച്, അപ്പം അതൊക്കെ നല്ലൊരു പിന്നെ സപ്പോർട്ടീവായിരുന്നു മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്, ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്തുനിന്നും. മൊത്തത്തിൽ
സപ്പോർട്ടീവ്. ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു, ഇപ്പം എക്സാം ഡേയിലെത്തി, എക്സാം എഴുതി, സെഷൻ 1 ആയാലും സെഷൻ 2 ആയാലും എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു ആ എക്സാം എഴുതിയതിന് ശേഷം ഉള്ളത്? പേടിയുണ്ടായിരുന്നു ആക്ച്വലി, റിസൾട്ട് എന്തായി തീരും എന്നുള്ളത്. കാരണം നമ്മൾ ഈ 1 ഇയർ ഇതിക്ക് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ റിസൾട്ട് ആണല്ലോ ഒരു 1 ഡേ. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മൈൻഡിൽ ഉണ്ടായിരുന്നു എന്തൊക്കെ ക്വസ്റ്റ്യൻസ് തെറ്റി, എവിടെയൊക്കെ നമുക്ക് ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന് അറിയാം. സോ അവിടെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ട്രൈ ചെയ്ത്. കാരണം ഒരു സെഷൻ കൂടി ഉണ്ടല്ലോ മുന്നിൽ, ഇത്ര സ്കോർ വരുന്ന അത്രക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു ആക്ച്വലി. അപ്പോൾ വീണ്ടും പഠിച്ച് മാത്സ് കുറേ പഠിച്ചിരുന്ന് ആർക്ക് അവയർനെസ്സും വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ ട്രൈ ചെയ്ത്. പിന്നെ ആ ഒരു ടെൻഷനും പിന്നെ ഇനി സെഷൻ വരികയാണെങ്കിൽ കോൺഫിഡൻസോടെ നേരിടാന്നുള്ള ഒരു മെന്റാലിറ്റി കൊണ്ടുവരാൻ ട്രൈ ചെയ്ത്. ഞാൻ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപാട് റിസൾട്ട് പിന്നെ ഇന്ന ദിവസം റിസൾട്ട് വരുന്ന മുമ്പേ അറിയിച്ചിട്ടില്ല. അപ്പം എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ നോക്കും. നോർമലി രാത്രിയാണ് റിസൾട്ട് വരുന്നത്. അപ്പം രാത്രി തന്നെ നോക്കും, സൈറ്റ് കയറി നോക്കും. അങ്ങനെ നോക്കി നോക്കി അവസാനം മടുത്തു. JEE ഏറ്റവും അവസാനം റിസൾട്ട് കൊണ്ടുവരുന്നത്, ബാക്കി എല്ലാത്തിനെയും വരും. ബിടെക് വന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ്, 2-3 വീക്സ് എടുക്കുന്നുണ്ട്. ഒന്നാമത് ഡ്രോയിങ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ അപ്പം ഫെബിൻ സാർ ഇങ്ങനെ ഗ്രൂപ്പിൽ ഒരിക്കലും ഇങ്ങനെ രാത്രി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ റിസൾട്ട്സ് ഔട്ട്സ് എന്ന്. അപ്പം ഇത് നോക്കുന്നതിന് മുമ്പ് ഒരു ചങ്കിടിപ്പാണ്. രാത്രി ഇങ്ങനെ ഹോസ്റ്റലിൽ ഫോൺ ഇങ്ങനെ കളിക്കാണ്, അതിന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ഫെബിൻ സാറിന്റെ റിസൾട്ട്സ് ആർ ഔട്ട്, ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് പെട്ടെന്ന് വരല്ലേ. അപ്പോൾ പിന്നെ ആ ബെഡിലൊക്കെ കയറി ഇരുന്ന് പ്രാർത്ഥിച്ച് ഫോൺ മുമ്പിൽ വെച്ച് ഐഡി അടിച്ച് ആ ഒരു ലോഡിങ്ങിന്റെ ടൈം ഉണ്ടല്ലോ, ലോഡിങ് ചെയ്തിട്ട് നോക്കിയില്ല. ആദ്യം മേലോട്ട് നോക്കി നോക്കണം, അങ്ങനെ അവസാനം നോക്കി നോക്കിയപ്പോ എന്തായിരുന്നു തോന്നിയത്? അത് പിന്നെ ഫസ്റ്റ് സെഷന് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു മൊമെന്റ് ആയിരുന്നു അത്. ഫസ്റ്റ് ആരോടാ ഷെയർ ചെയ്തേ? ഫസ്റ്റ് ഉമ്മാനോടാ ഷെയർ. എനിക്കൊന്ന് 12 മണി കഴിഞ്ഞിട്ടുണ്ടെന്നു അല്ലേ, 11:30. ആ ഒരു. പക്ഷെ ഞാനത് അറിയുമ്പോഴത്തെ കുറച്ച് ടൈം എടുത്തു. അപ്പൊ ഉമ്മയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉമ്മാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ലൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ ഉപ്പാനോട് പറഞ്ഞു, പിന്നെ സാറോട് വാട്സാപ്പിൽ പറഞ്ഞു. മെമ്മറബിൾ മൊമെന്റ് ആയിരുന്നു. സത്യം പറഞ്ഞാല് എനിക്കത് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യം റിസൾട്ട് നോക്കി 99.88 ഷാനില്ല നീയോ എനിക്ക് തന്നെ ഒരു തോന്നാം. ആൻഡ് അപ്പൊ ഞാൻ സാറിനെ ആദ്യം വിളിച്ചു, ഫെബിൻ സാറിനെ ആദ്യം വിളിച്ചു. എന്നിട്ട് സാറിനോട് ചോദിച്ചു, സാറേ ഇത് വാലിഡ് ആണോ, ഇത് എന്റെ തന്നെയാണോ സാർ? അങ്ങനെ തന്നെ ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് എത്രയാണ് ആദ്യം ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു 99. അപ്പൊ സാറ് കൺഗ്രാറ്റ്സ് ചെയ്ത് ഇതുള്ളത് തന്നെയാണ്, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ ലൈക്ക് ആ ഒരു രീതിയില്. അപ്പൊ ഞാൻ ഉമ്മാനെ വിളിച്ച്, വീട്ടിൽ വിളിച്ച്, ഉമ്മ ഇപ്പൊ ഉണ്ടായിരുന്നു അവരെ അറിയിച്ച്. പിന്നെ ഇപ്പം ഗ്രാൻഡ് ഫാദേഴ്സ് ഉണ്ടായിരുന്നു അവരെ അറിയിച്ച്, ഫ്രണ്ട്സ് അങ്ങനെ വിളിച്ച്. പിന്നെ ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു, എല്ലാരെയും അറിയിക്കണം. ഫ്രണ്ട്സിനെ അറിയിച്ചു. ഫ്രണ്ട്സിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ആ ഫ്രണ്ട്സ് നീ ഞങ്ങളോട് കളിച്ചായിരുന്നു, ഇനി ഇത്രയും വാങ്ങില്ലേ ചോദിച്ചു. ചെലവ് കൊടുത്തു വന്നിട്ട് പിന്നെ കുറച്ചൊക്കെ ഏകദേശം തീർത്ത്. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ ഒരു കോൺഫിഡൻസ് ആയി. അതുവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണല്ലോ. അപ്പോൾ വീട്ടിൽ ചോദിക്കുമ്പോഴും കുടുംബക്കാർ ചോദിക്കുമ്പോഴൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റിപ്പീറ്റ് ആണെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും എന്തിന് ഒന്നുകൂടെ പഠിക്കാണോ ചോദിക്കുമ്പോൾ എൻട്രൻസിന് വേണ്ടി പഠിക്കാണ്. അപ്പോൾ ലൈക്ക് അവരിങ്ങനെ ഒരു ഡൗട്ട്ഫുള്ളോടെ നോക്കും നമ്മളെ. പക്ഷെ ഇതിന് ശേഷം റിസൾട്ട് ഒക്കെ ഔട്ട് ആയി എല്ലാവരും അറിഞ്ഞ ശേഷം നമുക്ക് ഏത് ഫംഗ്ഷൻക്കും എവിടേക്കും ഇപ്പൊ പഠിച്ച സ്കൂളൊക്കെ എന്ത് ധൈര്യത്തോടെ ചെല്ലാം. കാരണം ഒരു ഓൾ ഇന്ത്യ ആയിക്കോട്ടെന്നുള്ള ഒരു രീതിയിൽ പോവാം. അപ്പൊ ഒരു കോൺഫിഡൻസും അതൊക്കെ. ഇപ്പം നിങ്ങളൊരു 1 ഇയർ ഇപ്പോൾ പാത്ത് കംപ്ലീറ്റ് ചെയ്തു, എക്സാമിന് പ്രിപ്പയർ ചെയ്തു, എക്സാം എഴുതി, റിസൾട്ട് വന്നു. അപ്പോൾ ഇനി ഫ്യൂച്ചർ ആസ്പിറൻസ് ഇല്ലേ, അപ്പോൾ അവർക്ക് നിങ്ങൾ എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? ആസ് എ ടോപ്പർ എന്താണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്? ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ്? കിട്ടുന്ന എല്ലാ റിസോഴ്സസും യൂസ്ഫുൾ ആയി ഉപയോഗിക്കുക. കാരണം നമുക്ക് ഈ ആർക്ക് അവയർനെസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഒരിക്കലും പഠിച്ച് തീരൂല. നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. സോ കിട്ടുന്നതൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. ഇൻസ്റ്റയിൽ നിന്നായാലും ഗൂഗിളിൽ നിന്നായാലും കുറേ കിട്ടും നമുക്ക്. പിന്നെ പുറത്തുനിന്ന് ഗൈഡ് വാങ്ങാം. പിന്നെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക, അല്ലാത്തതും പഠിക്കുക. ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് മാറ്റി വെക്കുന്ന ടോപ്പിക്സ് ആണ് ഉണ്ടാവും. ചിലവർക്ക് തന്നെ ആർക്ക് അവയർനെസ്സിൽ ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ എന്ന ടോപ്പിക് ഉണ്ട്, അത് പലർക്കും ഇഷ്ടമല്ല. സോ അത് മാറ്റി വെക്കുന്ന ടീമുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക്ക് മാറ്റി വെക്കുന്നത് അങ്ങനെ വെക്കാതെ അതിലൂടെ ഒന്ന് ഫോക്കസ് ആയി പഠിക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ പലരും മാറ്റി വെക്കുന്നത്, ഞാനും വരെ അത് കഴിഞ്ഞിട്ട് പഠിക്കുക ആ ഒരു മെന്റാലിറ്റി. പക്ഷെ അതൊക്കെ പറഞ്ഞാലും വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്. അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പിക്കിനെ കുറിച്ച് അറിയാം, എത്രത്തോളം പഠിക്കാണ്ടെന്ന് അറിഞ്ഞിട്ട് ഓരോന്നും പഠിക്കുക. എനിക്ക് ഷാനിൽ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് ആർക്ക് അവയർനെസ് ഒന്നും ഒരു ബുക്കിനുള്ളിൽ ചിട്ടപ്പെടുത്തിയിട്ടില്ല. അത് വാസ്റ്റ് ഇപ്പോൾ ഫോണിലായാലും ഒരു റീല് പോലും
അത്രയും വാല്യുബിൾ ആണ്. ഞാൻ ഒരുപാട് റീൽ കണ്ടതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിലൂടെ പിന്നെ ആർക്ക് വേണ്ട അങ്ങനെ വാസ്റ്റായിട്ട് പഠിക്കുക. പിന്നെ ഡ്രോയിങ് മെയിനായിട്ട് ലൈനൊക്കെ കൃത്യമാക്കുക. കാരണം ടെക്നിക്കൽ ഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ലൈന് വളയാതെ ഇപ്പോൾ ഒരു നല്ല പിന്നെ കളറിംഗ് ബുക്ക് വാങ്ങുക. ആ. ഞാൻ വാങ്ങിയിരുന്നു ചെറിയ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ അടുത്തുള്ള അങ്ങനത്തെ കളറിംഗ് ബുക്ക് ഒന്ന് വാങ്ങിയിരുന്നു. ചില കുട്ടിയൊക്കെ വന്നപാടെ അവർക്ക് കളറൊക്കെ കൊടുക്കുമ്പോൾ പുറത്തൊക്കെ ആവുക, ബേസിക്സ് ഇല്ലാത്ത വരുന്നവർ, അപ്പോൾ അവർക്ക് കളറിംഗ് ബുക്ക് വെച്ച് വരച്ചാൽ നല്ലൊരു എന്നോട് ഫെബിൻ സാറ് പറഞ്ഞു എൻ്റെ കളറിങ് കുറച്ച് ഇതാണ് ബാക്കിലാണ്. സോ അപ്പോൾ ഡയറക്ഷനൊക്കെ കറക്റ്റ് ആക്കാൻ ഞാൻ കളറിംഗ് ബുക്ക് വാങ്ങി കൊടുത്തു. പെൻസിൽ വെച്ചിട്ട് അങ്ങനെ കളർ അതിൽ ചെറിയ കുട്ടികളുടെ കളറിംഗ് ബുക്കിൽ ഞാൻ കൊടുത്തു പഠിച്ച്. പിന്നെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഞാൻ അവർക്ക് കളർ ചെയ്ത് കൊടുത്തിന് ഞാൻ. അപ്പോൾ അങ്ങനെ കിട്ടുന്നതൊക്കെ നമ്മൾ യൂസ് ചെയ്ത്. അതാണ്. പിന്നെ ലീവിനൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് പിന്നെ ഉമ്മാനെ വരച്ച് നോക്കുക, അവരൊക്കെ വരച്ച് പഠിക്കുക. കാരണം പോർട്രേറ്റ് ഡ്രോയിങ് ചോദിക്കും, ജയിക്കൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പം അങ്ങനെ പ്രൊപ്പോർഷൻ ഇപ്പോൾ നമ്മൾ നോക്കി വിടുകയാണെങ്കിൽ ചിലപ്പം നമ്മൾ വരക്കുന്നത് ചിലപ്പം അങ്ങനത്തെ ആയിട്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വരക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്. ഗ്രിഡ് ഇടാതെ വരക്കാൻ ശീലിക്കുക. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗ്രിഡ് ഇട്ടാ വരക്കുക, പോർട്രേറ്റ് ഒക്കെ ഗ്രിഡ് ഇട്ടാ വരക്കുക. പക്ഷെ നമുക്ക് ഒരിക്കലും ജയിക്ക് ഗ്രിഡ് ഇടാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പെൻസിൽ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗ്രിഡ് ഇടാതെ പോർട്രേറ്റ് വരച്ച് ശീലിക്കാം. കമ്പ്യൂട്ടറിലാണല്ലോ മെത്തേഡ്സ് ഉണ്ടാകും. അപ്പൊ ആ ഒരു മെത്തേഡൊക്കെ യൂസ്ഡ് ആവും അതിൽ. അതുപോലെ ചില മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം ഒക്കെ ഫോണിലായിരുന്നു. അത് നമുക്ക് ജെയിൻ്റെ മെയിൻ എക്സാം വരുന്നത് കമ്പ്യൂട്ടറിലാണ്. അപ്പം അതേ ഒരു പാറ്റേണിൽ ആയിരുന്നു ഫോണിൽ നമുക്ക് നടത്തിയിരുന്നത്. അപ്പോൾ അത് നല്ലൊരു പ്രയോജനമായിരുന്നു. അതിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ചില ആൾ കമ്പ്യൂട്ടറൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത, ഇപ്പോൾ +2 ഉണ്ടെങ്കിലും അങ്ങനെ ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലാത്തവർക്കൊക്കെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങളിപ്പോൾ അവരുടെ എക്സ്പീരിയൻസ്, 1 year ജേർണി, അതേപോലെ സ്ട്രഗിള്, അവരുടെ ടിപ്സ്, അഡ്വൈസ് ഇതെല്ലാം കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഫ്യൂച്ചർ ആസ്പിറൻസിന് ബെനിഫിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് അഖിൽ സൈനിങ് ഓഫ്. ബൈ. ബൈ.